യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം വചനത്തിൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ, സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. റോമ 3:25-26, 1 യോഹന്നാൻ 1:7, എഫേസസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21, 1 പത്രോസ് 1:18, വെളിപാട് 12:11 ഈശോയെ, തിരുരക്തത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ നിമിഷം ഈശോയെ, ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾക്ക് ഈശോയെ അങ്ങയുടെ വചനം സ്വസ്ഥമായി ഗ്രഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സക്രിയ 2:5, സക്രിയ 9:8, സങ്കീർത്തനം 147:13, കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഫിലിപ്പിയർ 2:9-11 വരെയുള്ള വചനത്തിലൂടെയും അപ്പോസ്തലർ 4:12 ഈശോയുടെ നാമത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ടും, ഏശയ്യ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 8:16, സങ്കീർത്തനം 107:20-21, മത്തായി 16:19, യോഹന്നാൻ 20:23 വചനത്തിലൂടെ ഈശോയെ, 1 കൊരിന്തോസ് 1:10 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട്, 1 യോഹന്നാൻ 3:8 ഈശോയെ, വചനത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ വിശുദ്ധരുടെയും പ്രത്യേകമായിട്ട് മധ്യസ്ഥം ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ, അങ്ങേ ഞങ്ങൾ അവരോടൊപ്പം കൊളോസസ് 2:5 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ മഹത്വപ്പെടുത്തുന്നു. സെയിന്റ് പാദ്രി പിയോട് ചേർന്ന് ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് ആന്റണിയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് പോളിനോട് ചേർന്ന് ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ, എഫേസസ് 2:2, എഫേസസ് 5:6, ഏശയ്യ 30:1, നിയമാവർത്തനം 21:20, 1 സാമുവേൽ 15:23 ഈശോയെ, എല്ലാ തരത്തിലുള്ള അനുസരണക്കേടിന്റെ അഴിവുകളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എഫേസസ് 3:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ. ഹോസിയ 5:4, ഹോസിയ 4:12, 1 യോഹന്നാൻ 2:15-16 വചനത്തിലൂടെയും, 2 പത്രോസ് 2:14 എല്ലാ തരത്തിലുള്ള വ്യഭിചാര ദുർഭൂത സ്വാധീനങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ തരത്തിലുള്ള ലോക അരൂപികളുടെ സ്വാധീനങ്ങളെ യാക്കോബ് 4:4, റോമ 8:7, ജ്ഞാനം 13:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, വിദ്വേഷത്തിന്റെ വേരുകളെ മത്തായി 15:13 പിഴുതുകളയണമെന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഉൽപ്പത്തി 4:5, അപ്പസ്തോല നടപടി 8:23, ഹെബ്രായർ 12:14, 15, 16 വചനത്തിലൂടെയും, 1 യോഹന്നാൻ 3:12-15 വരെയുള്ള വചനത്തിലൂടെയും, എഫേഷ്യൻസ് 4:31 പ്രഭാഷകൻ 28:1-7 വരെയുള്ള വചനത്തിലൂടെയും, സങ്കീർത്തനം 109:3 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എസെക്കിയേൽ 26:16, എസെക്കിയേൽ 29:3, ഏശയ്യ 27:1, ആമോസ് 3:3, ജോബ് 20:12-15 വരെയുള്ള വചനത്തിലൂടെയും, റോമ 3:14-15 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റോമ 1:13 സങ്കീർത്തനം 106:20
നിയമാവർത്തനം 4:16 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെയും നിയമാവർത്തനം 4:19 മുതൽ വചനത്തിലൂടെയും എസെക്കിയേൽ 8:16 നിയമാവർത്തനം 17:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ജെറമ്യാ 50:30-31 വചനത്തിലൂടെയും ലൂക്ക 1:51 ഒബേദ്യ 1:3 ഏശയ്യാ 14:12 പ്രഭാഷകൻ 10:10 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെയും യോഹന്നാൻ 7:17-18 വചനത്തിലൂടെയും യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേൽ 17:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും 2 തെസ്സലോനിക്കർ 2:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും ജ്ഞാനം 14:20 വെളിപാട് 2:2 ഗലാത്യ 1:6 മുതൽ 9 വരെയുള്ള വചനത്തിലൂടെയും 2 കൊരിന്തോസ് 11:4-5 വചനത്തിലൂടെയും 2 കൊരിന്തോസ് 11:14-15 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 2:1 മത്തായി 24:51 യാക്കോബ് 1:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 10:19-20 വചനത്തിലൂടെയും ബാറൂക്ക് 4:7 നിയമാവർത്തനം 18:9 മുതൽ 14 വരെയുള്ള വചനത്തിലൂടെയും ലേവ്യർ 19:26 ലേവ്യർ 19:31 നിയമാവർത്തനം 32:17 സങ്കീർത്തനം 106:28 നിയമാവർത്തനം 13:1 മുതൽ 3 വരെയുള്ള വചനത്തിലൂടെയും എസെക്കിയേൽ 13:20 ദാനിയേൽ 9:27 ഉൽപ്പത്തി 16:12 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. മഹത്വം ഉണ്ടാകട്ടെ. ഈശോയെ അങ്ങേക്ക് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 8:44 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. പ്രഭാഷകൻ 11:7 പുറപ്പാട് 23:7 മത്തായി 7:1 യാക്കോബ് 4:11-12 വചനത്തിലൂടെയും റോമ 2:1 സക്രിയ 3:1 വെളിപാട് 12:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെബ്രായർ 13:8-9 വചനത്തിലൂടെ എഫേഷ്യൻസ് 4:14 അപ്പസ്തലന്മാരുടെ 17:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം 1:16 ജ്ഞാനം 3:19 സങ്കീർത്തനം 22:16-20 വചനത്തിലൂടെയും സങ്കീർത്തനം 53:4 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം 4:12 1 കൊരിന്തോസ് 15:33 സങ്കീർത്തനം 50:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 11:8 ഏശയ്യാ 29:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. ഏശയ്യാ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എഫേസ്യസ് 5:4 പ്രഭാഷകൻ 19:6 2 തിമോത്തി 2:16 യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:3 1 യോഹന്നാൻ 2:18 1 യോഹന്നാൻ 2:22 2 യോഹന്നാൻ 7 2 തെസ്സലോനിക്കർ 2:1 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെയും മത്തായി 24:24 വെളിപാട് 16:13-14 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമ്യാ 14:14 എസെക്കിയേൽ 22:28 അപ്പസ്തലന്മാരുടെ 16:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 2:3 മുതൽ 5 വരെയുള്ള വചനത്തിലൂടെയും ജ്ഞാനം 14:20 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഫിലിപ്പിയർ 3:19 റോമ 16:18 ഏശയ്യാ 5:11 ഏശയ്യാ 5:22 ഏശയ്യാ 5:12 ഏശയ്യാ 28:7 യേശുനാമത്തിൽ
ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ജോബ് 40:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ഏശയ്യ 8:10-12 വരെ വചനത്തിലൂടെയും നാഹൂം 1:9-12 വരെ വചനത്തിലൂടെയും കൊളോസസ് 2:8 കൊളോസസ് 2:23 1 തിമോത്തി 6:20-21 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. മഹത്വം ഉണ്ടാകട്ടെ, ഈശോയെ സ്തുതിക്കുന്നു. മഹത്വം മഹത്വം മഹത്വം. ഹാലേലൂയാ. 1 തിമോത്തി 6:10 കൊളോസസ് 3:5 1 തിമോത്തി 6:5 ഹെബ്രായർ 13:5 ലൂക്ക 12:15 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. 1 കൊരിന്ത്യർ 3:3 യാക്കോബ് 3:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ ഹാലേലൂയാ. എസെക്കിയേൽ 23:35 എസെക്കിയേൽ 23:40 വെളിപാട് 2:20 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. പ്രൈസ് യു ജീസസ്. ജ്ഞാനം 17:1-21 വരെയുള്ള വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. യോഹന്നാൻ 10:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 2 കൊരിന്ത്യർ 11:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ലൂക്ക 21:34 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. ഈശോയെ, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. റോമ 5:5 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. സക്രിയ 12:10 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. കൊളോസസ് 4:3 അവിടുത്തെ വചനത്തിന് കവാടം ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് യു ജീസസ് 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 പ്രൈസ് യു ജീസസ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യാ 66:2 ഏശയ്യാ 66:2 കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. യോഹന്നാൻ 8:36 യോഹന്നാൻ 8:36 അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യോഹന്നാൻ 18:36 യോഹന്നാൻ 18:36 യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കുവാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്ന സ്നേഹമുള്ള യേശു രാജാവാകുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുക. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. സങ്കീർത്തനം 47:7 സങ്കീർത്തനങ്ങൾ 47:7 ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. യേശു രാജാവാണ് പ്രവാചകരിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏശയ്യാ 33:22 യേശയ്യാ 33:22 കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു, അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു, അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും. ദൈവരാജ്യം
എന്താണ്? റോമ 14:17. റോമ 14:17. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഈ രാജ്യം ഈശോ നമ്മിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, സമാധാനം, ഇവയെല്ലാമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇവ പങ്കുവെക്കണമെങ്കിൽ ഈ രാജാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. 1 പത്രോസ് 3:15. 1 പത്രോസ് 3:15. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെ പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. പഴയ നിയമത്തില് പ്രവാചകരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, പുരോഹിതരുണ്ടായിരുന്നു. പുതിയ നിയമത്തില് ഇവയെല്ലാം ഈശോയിൽ ഒന്നു ചേർന്നാണ് കാണാൻ സാധിക്കുക. ഈശോയാണ് ജീവിച്ചത് പ്രവാചകനായിട്ട്, മരിച്ചത് പുരോഹിതനായിട്ട്, ഇപ്പോൾ ആയിരിക്കുന്നതും രണ്ടാമതായിട്ട് വരുന്നത് രാജാവായിട്ടാണ്. രണ്ടാമതായി വരുമ്പോൾ എന്താണ് രാജാവായ ദൈവം ചെയ്യുക? 1 കൊരിന്തോസ് 15:24-25. 1 കൊരിന്തോസ് 15:24-25 തിരുവചനങ്ങൾ. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിന്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും അവന്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. ഈ രാജ്യം നിലനിൽക്കുന്ന ഒന്നാണ്. അതാണ് സങ്കീർത്തനം 72:8 നാം വായിക്കുക. സങ്കീർത്തനങ്ങൾ 72:8. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ. സങ്കീർത്തനം 2:6-8 വരെയുള്ള വചനങ്ങൾ. സങ്കീർത്തനങ്ങൾ 2:6-8 വരെ തിരുവചനങ്ങൾ. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എന്റെ രാജാവിനെ വാഴ്ചയെന്ന് അവിടുന്ന് അരുളി ചെയ്യും. കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഈ രാജാവ് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ളവനാണ്. ഏശയ്യാ 9:7. ഏശയ്യാ 9:7. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ്. അവന്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീഷ്ണത ഇത് നിറവേറ്റും. സമാധാന സ്ഥാപകനും സമാധാനത്തിന്റെ രാജാവുമായ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അവിടുത്തെ രാജാവായി സ്വീകരിക്കുമ്പോൾ ഹൃദയങ്ങളെയും ചിന്തകളെയും അതിലംഘിക്കുന്ന ഒരു സമാധാനമാണ്. ഫിലിപ്പിയ 4:7. ഫിലിപ്പിയ 4:7. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഏശയ്യാ 26:3. ഏശയ്യാ 26:3. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.
ഈശോ തരുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെയുള്ളതല്ല. യോഹന്നാൻ 14:27. യോഹന്നാൻ 14:27. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഈ ഭൂമിയുടെ മേലെ പൂർണ്ണ ആധിപത്യമുണ്ടെങ്കിലും രാജാവ് വളരെ സൗമ്യനും സ്നേഹമുള്ളവനുമാണ്. സക്രിയ 9:9. സക്കറിയ 9:9. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്യതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ദൈവരാജ്യം ആത്മീയമാണെന്നും ഈ രാജാവ് സ്നേഹത്തിന്റെ രാജാവാണെന്നും വ്യക്തമാക്കുന്ന വചനമാണ് ഏശയ്യ 9:6. ഏശയ്യ 9:6. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. മനുഷ്യകുലത്തിന്റെ മേലെ പൂർണ്ണ അധികാരമുള്ള രാജാവാണ് ഈ എളിയ രാജാവ്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ രാജാവ് എന്നാണ് അവിടുന്ന് അറിയപ്പെടുന്നത്. വെളിപാട് 17:14. വെളിപാട് 17:14. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. 1 തിമോത്തിയോസ് 6:15. 1 തിമോത്തി 6:15. വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും. വെളിപാട് 19:16. വെളിപാട് 19:16. അവനും മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. ഈശോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അത്യുന്നതന്റെ പുത്രനാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് യാക്കോബിന്റെ ഭവനത്തിന്മേല് എന്നേക്കും ഭരണം നടത്തുമെന്നും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുമില്ലെന്നെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. അതാണ് ലൂക്ക 1:32-33 വചനത്തിൽ നാം വായിക്കുക. ലൂക്ക 1:32-33 തിരുവചനങ്ങൾ. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഈ വചനത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രാജ്യം ആത്മീയമാണെന്നുള്ളത്. കാരണം ആ സിംഹാസനം ഈ സമയത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ഈശോയുടെ ആത്മീയ രാജ്യം എന്നേക്കും നിലനിൽക്കുന്നതും അത്യുന്നതമായ ഒന്നാണ്. സങ്കീർത്തനം 89:27. സങ്കീർത്തനങ്ങൾ 89:27. ഞാൻ അവനെ എന്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനുമാക്കും. സങ്കീർത്തനം 89:36-37. സങ്കീർത്തനങ്ങൾ 89:36-37 തിരുവചനങ്ങൾ. അവന്റെ വംശം ശാശ്വതമായും അവന്റെ സിംഹാസനം
സൂര്യനുള്ള കാലത്തോളവും എന്റെ മുൻപിൽ നിലനിൽക്കും. അത് ചന്ദ്രനെ പോലെ എന്നേക്കും നിലനിൽക്കും. ആകാശമുള്ളിടത്തോളം കാലം അത് അചഞ്ചലമായിരിക്കും. ജ്ഞാനികളായ തീർത്ഥാടകര് അന്വേഷിച്ചു വന്നത് യഹൂദരുടെ രാജാവ് എവിടെയെന്നാണ്. മത്തായി 2:2. മത്തായി 2:2. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഭൗമികമായ ഒരു രാജാവിനെയാണോ അവർ അന്വേഷിച്ചത്? അവർ അങ്ങനെയാണ് അന്വേഷിച്ചെങ്കിൽ അവരുടെ യാത്ര, അവരുടെ പ്രയത്നം കാണുന്ന രാജാവിന്റെ ജനനത്തിൽ തന്നെ അവർ നിരാശപ്പെട്ട് തിരിച്ചു പോകുമായിരുന്നില്ലേ? അവർ ഒരു ദൈവിക സ്വർഗീയ രാജാവിനെയാണ് അന്വേഷിച്ചെന്നുള്ളതിന്റെ തെളിവാണ് അവർ ഈ കുഞ്ഞിനെ കണ്ട മാത്രമേ ആരാധിക്കുന്നത്. മത്തായി 2:11. മത്തായി 2:11. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ച അർപ്പിച്ചു. പൊന്നു കൊടുക്കുന്നത് എപ്പോഴും ശക്തനായൊരു രാജാവിന് വേണ്ടിയാണ്. കുന്തിരിക്കം കൊടുക്കുന്നത് ഒരു ബലിയാകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ മീറയോ, അത് ആ വ്യക്തിയുടെ അന്ത്യനാളില് ലേപനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ തന്നെ ഈ സ്വർഗീയ രാജാവ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. യഥാർത്ഥ അന്വേഷകർ എത്തിപ്പെടുന്നത് ഈ സ്വർഗീയ രാജാവിന്റെ അടുത്തായിരിക്കും. സങ്കീർത്തനം 72:10. സങ്കീർത്തനങ്ങൾ 72:10. താർശീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. സങ്കീർത്തനം 72:11. സങ്കീർത്തനങ്ങൾ 72:11. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. സങ്കീർത്തനം 86:9. സങ്കീർത്തനങ്ങൾ 86:9. കർത്താവേ, അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും. അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. ഈശോ ലോകമൊന്നും അറിയാതെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ പോലും ദൈവാത്മാവിന്റെ പ്രേരണയാൽ അവിടുന്ന് ആരാണെന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് നഥാനിയേല് ഈശോയെ കുറിച്ച് പറയുന്നത്. യോഹന്നാൻ 1:49. യോഹന്നാൻ 1:49. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. ഇസ്രായേലിന്റെ രാജാവ് ദൈവരാജ്യം എന്താണ് പങ്കുവെച്ച് പോകുന്ന സമയത്ത് അവരുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് ചൊരിഞ്ഞ സ്നേഹം അവിടുന്നിലേക്ക് പൂർണ്ണമായി ആകർഷിപ്പിക്കപ്പെടാൻ സാധ്യമാകുമെന്ന് നമുക്ക് യോഹന്നാൻ 12:32 മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ 12:32. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. വെളിപാട് 11:15. വെളിപാട് 11:15. ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങൾ ഉണ്ടായി. ലോകത്തിന്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റെതും
അവിടുത്തെ അഭിഷിക്തന്റേതുമായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. ഫിലിപ്പിയ 2:9-11 വരെയുള്ള വചനങ്ങള്. ഫിലിപ്പി 2:9-11 വരെ തിരുവചനങ്ങൾ. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഈശോയ്ക്ക് വേണ്ടി ഓശാന വിളിച്ചപ്പോൾ അവിടുന്ന് രാജാവാണെന്ന് അവരെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ലൂക്ക 19:38. ലൂക്ക 19:38. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. സ്വർഗീയ രാജാവ് സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നതും ജീവിച്ചതും മരിച്ചതും. ലൂക്ക 23:2. ലൂക്ക 23:2. അവർ അവന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നീതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. യോഹന്നാൻ 18:37. യോഹന്നാൻ 18:37. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു. യഹൂദര് ആ സമയത്ത് ഈശോയെ കളിയാക്കിയതും രാജാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. മർക്കോസ് 15:18. മർക്കോസ് 15:18. യഹൂദരുടെ രാജാവേ സ്വസ്തി എന്നവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിച്ചതും രാജാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാൻ 19:15. യോഹന്നാൻ 19:15. ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തത് അവിടുത്തെ രാജ്യത്തിന്റെ സന്ദേശം പങ്കുവെക്കാനാണ്. വെളിപാട് 5:10. വെളിപാട് 5:10. നീ അവരെ നമ്മുടെ ദൈവത്തിനൊരു രാജ്യവും പുരോഹിതന്മാരുമാക്കി, അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. ദാനിയേൽ 7:14. ദാനിയേൽ 7:14. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജത്വം അനശ്വരമാണ്. സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് യോഹന്നാൻ 8:36 പറഞ്ഞതുപോലെ ഈ പുത്രന് മാത്രമേ സ്വതന്ത്രനാക്കാൻ സാധിക്കുകയുള്ളൂന്നും നമ്മെ പ്രകാശത്തിന്റെ രാജ്യത്തിലേക്ക് അവിടത്തേക്ക് മാത്രമാണ് ആനയിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവിടെ നിന്നാണ് വഴിയും സത്യവും ജീവനും. ആ രാജ്യത്തിലേക്കുള്ള സ്വാഗതമാണ് നാം ഓരോ
വിടുതലിലും സ്വീകരിക്കുന്നത്. കൊളോസോസ് 1:13. കൊലോസോസ് 1:13. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. 1 പത്രോസ് 2:9. 1 പത്രോസ് 2:9. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. തിന്മയുടെ സ്വാധീനമുള്ള ലോകത്തില് ആയിരിക്കുന്ന നമുക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. യോഹന്നാൻ 17:11. യോഹന്നാൻ 17:11. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവര് ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഈ ലോകത്തിൽ പ്രകാശത്തിന്റെ മക്കൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് 1 കൊരിന്തോസ് 7:31 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 കൊരിന്തോസ് 7:31. ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെ ആയിരിക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൻ്റെതായ മാറി മറയുന്ന അവസ്ഥകളെല്ലാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനത്തിൽ നമുക്ക് വായിക്കാം. വെളിപാട് 21:1 മുതൽ 5 വരെ തിരുവചനങ്ങൾ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇത് സംഭവിക്കുന്നത് വരെയുള്ള ദൗത്യമാണ് അപ്പസ്തോല നടപടി 26:18. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26:18. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. ദൈവരാജ്യ ശുശ്രൂഷയില് ആയിരിക്കാനും അവിടുത്തെ സ്വാതന്ത്ര്യം അനുഭവിച്ച് എന്നും അവിടുത്തെ രാജാവായി മഹത്വപ്പെടുത്തുവാനുള്ള കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.